പണ്ട് ഖത്താബിൻ്റെ മകനായിക്കൊണ്ട് മക്കയിൽ ഉമർ റളിയല്ലാഹു അൻഹു ജനിക്കുകയായി. ജനിച്ച സമയത്ത് തന്നെ പിതാവിൽ നിന്നുള്ള വളരെയധികം പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം. അങ്ങനെ പല രീതിയിലും ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൻ്റെ പിതാവ് ആക്രമിക്കുകയുണ്ടായിരുന്നു. അദ്ദേഹം ഖത്താബിൻ്റെ ആടിനെ മേയ്ക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹുവിനോടായിരുന്നു പറയാറ്. അങ്ങനെ മേയ്ക്കുന്ന സമയത്ത് വളരെയധികം പ്രയാസ പ്രതിസന്ധികൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അനുഭവിക്കുകയുണ്ടായി. അങ്ങനെ ആ പ്രയാസത്തിൻ്റെയും പ്രതിസന്ധിയുടെയും ഘട്ടത്തിലായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഒരു ക്രൂര മനസ്സിന് ഉടമയായിരുന്നത്. അങ്ങനെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ തൻ്റെ പട്ടണത്തിലേക്ക് പോയിക്കൊണ്ട് അവിടെ ഇരിക്കുന്ന കച്ചവടക്കാരോട് പറയുകയുണ്ടായി, എനിക്ക് 500 ദീനാറിൻ്റെ ആവശ്യമുണ്ട്, എനിക്ക് വേഗം തരണം. പക്ഷേ അതിലുള്ള ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ അത് വിസമ്മതിക്കുകയും എനിക്ക് ഇപ്പോൾ തരാൻ സാഹചര്യമില്ല, എൻ്റെ കടയിൽ ഇപ്പോൾ സാമ്പത്തികമായി ഉയർച്ച ഉണ്ടായിട്ടില്ല, ഞാൻ ഉണ്ടായാൽ തരാമെന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തെ വളരെ ക്രൂരമായി കൊലപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ ഒരു ചെറുവിരൽ മുറിച്ചെടുത്തുകൊണ്ട് അദ്ദേഹം മാലയായി തൂക്കിയിടുകയുണ്ടായി. അത് കണ്ട് ഇപ്പുറത്തെ കച്ചവടക്കാരൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, നിങ്ങളുടെ അടുക്കൽ 500 ദിർഹമുണ്ടോ, എനിക്കിപ്പോൾ തന്നെ വേണം. അപ്പോൾ അദ്ദേഹം ഭയന്നുകൊണ്ട് 500 ദിർഹം എടുത്തു കൊടുക്കുകയുണ്ടായി. ഇതുപോലെ വളരെയധികം ക്രൂരനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം വളരെയധികം പ്രശസ്തമാണ്. അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ചരിത്രം നാം പരിശോധിക്കുമ്പോൾ വളരെയധികം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ചരിത്രമാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരിയായിരുന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹ. അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിലേക്ക് സ്വീകരിച്ചതറിഞ്ഞ് അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹു മക്കയിൽ പുതുതായി ഉണ്ടായിരുന്ന മതം ഇസ്ലാമാണ് എന്ന് കേട്ട് തൻ്റെ നാട്ടിലുണ്ടായിരുന്ന പാവപ്പെട്ട ജനങ്ങളെ മക്കയിൽ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് ഓടിക്കുകയും ഇത് കണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന് തീരെ സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആ സമയത്താണ് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കണമെന്ന മനബോധം കൊണ്ട് അദ്ദേഹം റസൂലിൻ്റെ അടുക്കലേക്ക് പോകുകയായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തെ വഴിയിൽ വെച്ചൊരു വ്യക്തി കാണുകയും ആ വ്യക്തിയെ അദ്ദേഹത്തോട് പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, തൻ്റെ സഹോദരി ഫാത്തിമ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു. ഇത് കേട്ട് തൻ്റെ വീട്ടിലേക്ക് വളരെ കോപത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു പോവുകയാണ്. ഇത് വളരെയധികം ഉമർ റളിയല്ലാഹു അൻഹുവിനെ ദേഷ്യം പിടിപ്പിക്കുകയുണ്ടായി. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ വീട്ടിലേക്ക് എത്തുകയും തൻ്റെ വീട്ടിലെ തൻ്റെ സഹോദരിയെ ചെന്ന് കാണുകയും തൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ സഹോദരി ഖുർആനിലെ ത്വാഹ സൂറത്തായിരുന്നു ഓതിയിരുന്നത്. ഇത് കണ്ട് കോപാകുലനായ ഉമർ റളിയല്ലാഹു അൻഹു ആ ഖുർആനിക വചനത്തെ വളരെയധികം ആസ്വദിച്ചു. എന്നിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എനിക്കൊന്ന് അത് തരുമോ? അപ്പോഴാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹു അവിടത്തോട് പറഞ്ഞു, നീ വുളൂ ചെയ്തു വരും. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു വുളൂ ചെയ്ത് ആ സദസ്സിലേക്ക് വന്നു. എന്നിട്ട് മഹത്തമാകുന്ന ഖുർആൻ ഷരീഫിനെ എടുത്തുകൊണ്ട് അദ്ദേഹം ഓതി ആ ഇസ്ലാമിൻ്റെ വാസനയിലേക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതളുകളും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. ഈ ഒരു ചരിത്രം നമുക്ക് വളരെയധികം വളരെ ആസ്വദിക്കാൻ കഴിയുന്ന, നമ്മുടെ മനസ്സിലേക്ക് കയറി ചെല്ലുന്ന ഒരു ചരിത്രം. അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഉമർ റളിയല്ലാഹു അൻഹു പിന്നീടുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഓരോ കാൽനടപ്പുകളും അദ്ദേഹത്തിൻ്റെ ഓരോ കഴിവുകളും നമുക്ക് വളരെ വിസ്മയമാണ്. ഇന്ന് നമ്മുടെ മുമ്പ് ജീവിച്ചിരുന്ന ഗാന്ധിജി പോലും നമുക്ക് പറഞ്ഞല്ലോ, നാം പിൻപറ്റുകയാണെങ്കിൽ ഖലീഫ ഉമറിൻ്റെ പാതയാണ് പിൻപറ്റുക എന്നുള്ളത്. ഇത് വളരെയധികം നമുക്ക് ഒരു ഉത്ബോധനം നൽകുന്നൊരു ചരിത്രമാണ്. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ ഉടനെ ഇറങ്ങിപ്പോവുകയുണ്ടായി. ഇതിങ്ങനെ 2-3 ദിവസങ്ങളായി സ്ഥിരമായി കാണുന്നതാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫ സ്ഥാനത്ത് ഇരിക്കുന്ന സമയത്തായിരുന്നു ഇത് നടന്നിരുന്നത്. ഇത് കണ്ട് അബൂ തുൽഹ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ പുറകിലൂടെ ചെന്നപ്പോൾ
അദ്ദേഹം ഒരു ഉൾറോഡിലൂടെ കടന്ന് ഒരു ചെറിയ വീട്ടിനുള്ളിലേക്കാണ് കയറി ചെന്നത്. ഇത് ഒളിഞ്ഞു കണ്ടിരുന്ന അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പുറകിലൂടെ ചെന്നു. ആ ഉമർ റളിയല്ലാഹു അൻഹു ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ആ വീട്ടിലേക്ക് കയറി ചെന്നു. അപ്പോൾ അവിടെ ഒരു കണ്ണ് കാണാത്ത വൃദ്ധയായ അവശിയായ ഒരു വ്യക്തി നിൽക്കുകയായി. എന്നിട്ട് ചോദിച്ചു, ഇവിടേക്ക് ആരെങ്കിലും വന്നിരുന്നോ? ഞാൻ നേരത്തെ വന്ന ആളല്ല, ഞാൻ വേറെ വ്യക്തിയാണെന്ന് പറഞ്ഞു. അങ്ങനെ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ആ വീട്ടിലേക്ക് കയറി ചെല്ലുകയും അവിടുത്തെ ഉമ്മയോട് കാര്യം പറയുകയും ചെയ്തു. നിങ്ങൾക്ക് ഇത്രയും കാലം നിങ്ങളുടെ ഡ്രസ്സ് അലക്കുകയും നിങ്ങളുടെ വസ്ത്രം മാറ്റുകയും നിങ്ങളുടെ വീട് വൃത്തിയാക്കുകയും എന്നിങ്ങനെ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിയിരുന്നത് നമ്മുടെ നാട്ടിലെ ഖലീഫയാണ്. ഈയൊരു ചരിത്രം കേട്ട് അവിടുത്തെ ഉമ്മ അത്ഭുതപ്പെടുകയുണ്ടായി. അത്രയും മാന്യനായ നിഷ്കളങ്കനായ വ്യക്തിയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു എന്നത് നമുക്ക് ഈ ഒരു ചരിത്രത്തിലൂടെ മനസ്സിലാക്കാം.